എല്ലാവർക്കും നമസ്കാരം. ശ്രീ വൈക്കം ശിവദാസ് എഴുതിയ ഒരു സാധാരണക്കാരൻ്റെ ആത്മകഥ എന്ന നോവലിൻ്റെ പ്രകാശന ചടങ്ങ് ആരംഭിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ഞാൻ പ്രത്യേകം സ്വാഗതം പറയുകയാണ്. ഈ പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ബൃഹത്തായ ഒരു നോവലാണ്. തൻ്റെ ജീവിതകാലത്ത് അനുഭവിച്ചതും കണ്ടതും കേട്ടതുമായ എല്ലാ സംഭവങ്ങളെയും തൻ്റെ സർഗഭാവനയിലൂടെ ഒരു നോവൽ ആക്കി മാറ്റിയിരിക്കുകയാണ് ഈ കൃതി. ഒരു ദേശത്തിൻ്റെ കഥയിൽ ശ്രീധരൻ എന്ന കഥാപാത്രത്തെ പോലെ ഇതിലെ നായക കഥാപാത്രം കേരളത്തിൻ്റെ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും എല്ലാ പ്രദേശത്തും സഞ്ചരിക്കുകയും അവിടുത്തെ തൻ്റെ ജീവിത ചുറ്റുപാടുകളെ വളരെ ലളിതമായ ഭാഷയിൽ എഴുതപ്പെട്ട ഒരു നോവലാണ് ഈ കൃതി. നമുക്ക് 15 മിനിറ്റ് സമയമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനുള്ളത്. അതുകൊണ്ട് ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് മറ്റൊന്നും പറയുന്നില്ല. ഈ പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ട് ആദരണീയനായ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സാറിനെയും അത് ഏറ്റുവാങ്ങുവാൻ ചെറുകഥാകൃത്തും രാഷ്ട്രീയ നിരീക്ഷകനും സർവോപരി ഈ നിയമസഭയുടെ അഡീഷണൽ സെക്രട്ടറിയായി വിരമിക്കുകയും ചെയ്ത എൻ്റെ സുഹൃത്ത് ബി റെജിയെ ആണ് ഇരുവരെയും ക്ഷണിക്കുകയാണ്. ഈ പുസ്തക പ്രകാശനത്തിന് അവരെ ഇരുവരെയും ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ എഴുത്തുകാരൻ, നിയമസഭയിലെ എഴുത്തുകാരൻ കൂടിയാണ് പ്രിയപ്പെട്ട ശ്രീ റെജി അവറുകൾ. അതോടൊപ്പം തന്നെ അവിചാരിതമായിട്ടാണ് എൻ്റെ വേദിയിൽ നമ്മളോടൊപ്പം ഈ പുസ്തകത്തിലെ എഴുത്തുകാരനായ ശ്രീ വൈക്കം ശിവദാസിനോടൊപ്പം ഷാനവാസ് നമ്മുടെ ഇതിൻ്റെ പ്രസാധകൻ കൂടിയാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടർ കൂടിയായ തമ്പാൻ സാറിനെ അവിചാരിതമായിട്ട് മറ്റൊരു പുസ്തകത്തിൻ്റെ വേദിയിലാണ് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു. കാരക്കാമണ്ഡപം വിജയകുമാർ എന്ന എഴുത്തുകാരനും നമ്മളോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ, അദ്ദേഹവും നമ്മളോടൊപ്പം ഉണ്ട്. നിയമസഭയിലെ സ്റ്റാഫംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഏറെ പ്രിയപ്പെട്ടവർ. ഈ പുസ്തകത്തിൻ്റെ നിയമസഭയുമായി മറ്റൊരു ബന്ധം കൂടിയുണ്ട്. നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി ഷീന മാഡത്തിൻ്റെ പിതാവാണ് യഥാർത്ഥത്തിൽ എഴുത്തുകാരനായ ദീർഘകാലം ISROയിൽ അവിടെ എൻജിനീയറായി പ്രവർത്തിച്ച് അതിനുശേഷം ആ കാലയളവിലുമൊക്കെ തന്നെ അദ്ദേഹം എഴുത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച ഒരാളാണ്. ഒട്ടേറെ ചെറുകഥകൾ, അതോടൊപ്പം തന്നെ ഒരു വിഷയത്തെയും ബൃഹത്തായ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടാണ് ഒരു സാധാരണക്കാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ പുസ്തകം. അപ്പോൾ തീർച്ചയായും ഈ പുസ്തകത്തിൻ്റെ പേര് കേട്ടപ്പോൾ ഈ സാധാരണക്കാരൻ്റെ ആത്മകഥ, ഞാൻ ഓർത്തത് അത് മറ്റെന്തോ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട പിന്നീടാണ് മനസ്സിലായത് ഇതൊരു പരകായ പ്രവേശമാണ് സത്യത്തിൽ. കാരണം ഈ പുസ്തകത്തിലെ കേശവൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് എഴുത്തുകാരൻ എഴുത്തിന് രീതിയുണ്ടല്ലോ, ആ രീതിയിൽ സന്നിവേശിച്ച് ഒരു നാട്ടിൻപുറത്തിൻ്റെ കഥ ഞാൻ ആ പുസ്തകത്തിലൂടെ ഒന്ന് കടന്നു പോകാൻ ശ്രമിച്ചപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് നമ്മുടെ പഴയ കാലത്തെ, ഒരുപക്ഷെ ഇന്ന് മധ്യ തിരുവിതാംകൂറിലോ തെക്കൻ തിരുവിതാംകൂറിലോ ഒക്കെ ഇല്ലാത്തതായ ഒരുപക്ഷെ പഴയ മലബാർ മേഖലയിലൊക്കെ ഇപ്പോഴും കുറേ നിൽക്കുന്ന പഴയ നാട്ടിൻപുറങ്ങളും നഷ്ടപ്പെട്ടു പോയ പഴയ ഇടങ്ങളും അവിടുത്തെ കുളങ്ങളും അതോടൊപ്പം തന്നെയുള്ള കാട്ടുചോലകളും ഒക്കെയായി മാറി നിൽക്കുന്ന ഒരു പഴയ നാട്ടിൻപുറത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ വൈക്കത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. അല്ലെങ്കിൽ ആറ്റുവേല എന്ന് പറയുന്ന ഒരു പക്ഷേ തിരുവനന്തപുരംകാർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ് വൈക്കത്തെ അഷ്ടമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചടങ്ങ്. അപ്പോൾ അവിടെ അതൊക്കെ ഇതിൻ്റെ കഥയുടെ ഭാഗമായി വരുന്നുണ്ട്. വാനപ്രസ്ഥം എന്ന ഒരു അവസാനത്തിലേക്ക് ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിത ചരിത്രത്തിൽ കടന്നു പോകുന്ന വഴികളുണ്ട്. അദ്ദേഹം ആ വഴിയിൽ 4 ഘട്ടങ്ങളായിട്ട് നമുക്കറിയാം ബാല്യ, ശൈശവ, യൗവനങ്ങളൊക്കെ കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ട് വാനപ്രസ്ഥത്തിലേക്കുള്ള യാത്രയാണ്. NBയുടെ മനോഹരമായൊരു ചെറുകഥ വാനപ്രസ്ഥം നമുക്കറിയാം. ഒരുപക്ഷെ കുടജാതി കുന്നുകളുടെ പശ്ചാത്തലത്തിൽ MD എഴുതിയ ആ അധ്യാപകൻ്റെയും വിദ്യാർത്ഥിയുടെയും ജീവിതകഥയുമായി ബന്ധപ്പെട്ട് വഴിപിരിഞ്ഞു പോകുന്ന ഒരു കഥയാണ് MD വാനപ്രസ്ഥത്തിൽ എഴുതിയത്. ഈ കഥയിലെ കഥാപാത്രവും തൻ്റെ ജീവിതത്തിൻ്റെ 4 ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ട് അവസാനം വാനപ്രസ്ഥത്തിലേക്ക് കടന്നുപോയി. എല്ലാ മനുഷ്യരെയും ജീവിതത്തിൽ ഒരു പക്ഷേ ഇങ്ങനെ കാലഘട്ടങ്ങൾ, ജീവിതം ഹ്രസ്വമാണെങ്കിൽ പോലും, ദൈർഘ്യമില്ലാത്തതാണെങ്കിൽ പോലും
എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പക്ഷേ ഇത്തരം ഒരു വാനപ്രസ്ഥത്തിലെ അല്ലെങ്കിൽ 4 ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ജീവിതത്തെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് എല്ലാം അവസാനിക്കുന്നത് ഒരു ആധ്യാത്മികമായ ചിന്തയുടെ പര്യവസാനത്തിലേക്കാണ്. ആ രീതിയിൽ ഒരുപക്ഷെ ഒരു എഞ്ചിനീയറായി പ്രവർത്തിച്ച് APJ അബ്ദുൽ കലാമിനെ പോലെ മഹാനായ ഒരു വ്യക്തിത്വത്തോടൊപ്പം ദീർഘകാലം VSSCയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ വഴികളിലും ഒക്കെ തന്നെ ഒരു നാട്ടിൻപുറത്തിൻ്റെ പച്ചകൾ ഇന്നത്തെ എഴുത്തിൻ്റെ ഒരുപക്ഷെ വേറിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വേറിട്ട ഒരു പ്രത്യേകത ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുന്ന നാട്ടിൻപുറത്തിൻ്റെ നന്മകളും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ഒക്കെ വിസ്മൃതിയിലേക്ക് പോകുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു തിരിച്ചു യാത്ര നമുക്കൊരു പക്ഷേ കാണാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ജീവിതത്തിൻ്റെ പഴയ കാലങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെയും കുറേ ആളുകൾ ജീവിച്ചിരുന്നു. അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളും അവരുടേതായ ദുഃഖങ്ങളും വിഹ്വലതകളും ഉണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവിൻ്റെ ഒരു വേള കൂടിയാണ് ഈ പുസ്തകം നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത്. പ്രസാധകനും അതോടൊപ്പം തന്നെ വളരെ മനോഹരമായ ഒരു പുസ്തകം, വളരെ ദൈർഘ്യമുള്ള പുസ്തകമാണ്. അത് എഴുതാൻ മുൻകൈയെടുത്ത മനോഹരമായ അദ്ദേഹത്തിൻ്റെ 4 പുസ്തകങ്ങളുള്ളത് തന്നെ പുറത്ത് വരികയാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു എഴുത്തിൻ്റെ വഴിയിലൂടെ ഇനിയും ദീർഘകാലം സഞ്ചരിക്കാൻ കഴിയട്ടെ എന്നുള്ള വളരെ ആത്മാർത്ഥമായ ആശംസയോടെ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള ഏറെ സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ വളരെ സജീവമായി ഇനിയും പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ B. റെജി സംസാരിക്കും. ഏവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഷാനവാസ് പോങ്ങനാട്, ഗവൺമെൻറ് ചീഫ് വിപ്പ് ശ്രീ ജയരാജ് സാറ്, കാരയ്ക്കാമണ്ഡപം വിജയകുമാർ സാർ, തമ്പാൻ സാർ, അതുപോലെ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് വൈക്കം ശിവദാസ്, വേദിയിലും സദസ്സിലുമുള്ള വേദിയിലുള്ള എൻ്റെ മുൻ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അനുവാചകരെ, ആസ്വാദകരെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം പങ്കിടാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നു. ഒരു സാധാരണക്കാരൻ്റെ ആത്മകഥ എന്ന ഈ വൈക്കം ശിവദാസിൻ്റെ പുസ്തകം ഈ ലോകത്തോട് അദ്ദേഹത്തിന് പറയാനുള്ളത് വെളിപ്പെടുത്തുന്ന മനോഹരമായ ഒരു ഗ്രന്ഥമാണ്. ഈ വൈക്കം ശിവദാസ് അദ്ദേഹവുമായി ഞാൻ പരിചയപ്പെടുന്നത് നമുക്കറിയാം, നമ്മുടെ നിയമസഭയിലെ ജോയിൻറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന എൻ്റെ മുൻകാല സഹപ്രവർത്തകയായ വളരെ കഠിനാധ്വാനത്തോടെ ജോലി ചെയ്യുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ഷീന ശിവദാസിൻ്റെ പിതാവാണ്. അങ്ങനെയാണ് മെലിൻഡായുമായിട്ട് ബന്ധപ്പെടുകയും മെലിൻഡായുടെ പ്രമുഖനായ ഒരു പേരെടുത്ത പ്രശസ്തനായ എഴുത്തുകാരനും അതുപോലെ ഗുരുവും അതുപോലെ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഷാനവാസ് പോങ്ങനാടുമായി ബന്ധപ്പെടുകയും ഈ പുസ്തക രൂപത്തിൽ ഇത് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്ത ഒരു ഭാഗ്യ അവസരം സംജാതമായത് അങ്ങനെയാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് പറയാൻ ഉണ്ടെങ്കിൽ, അതായത് ഒരു സാധാരണക്കാരൻ്റെ ആത്മകഥ എന്ന് പറയുന്നത് ഈ സാധാരണക്കാരനെ അദ്ദേഹം നിർവചിച്ചിരിക്കുന്ന ഒരു രീതിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ മനുഷ്യജീവിതത്തിൻ്റെ നിഗൂഢതകളെക്കുറിച്ച് അദ്ദേഹം വളരെ ആത്മീയമായി, വളരെ താത്വികമായി, തത്വചിന്താപരമായിട്ടുള്ളൊരു വീക്ഷണമാണ് അദ്ദേഹത്തിന് മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ളത്. അതായത് പ്രപഞ്ചത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ജീവജാലങ്ങളിൽ ഏറ്റവും മഹത്തായ ജന്മം മനുഷ്യൻ്റേതാണ്. ആ മനുഷ്യജന്മത്തെ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുക, ആ മനുഷ്യജന്മത്തിൻ്റെ നിഗൂഢതകൾ അതിനെ അനാവൃതമാക്കുക, അത് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ അനുഭവം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ചിന്ത കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ കൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട് പറയുന്നു. ഇത് നമ്മുടെ സമകാലികരായിട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ള ഒരു പരിചയപ്പെടുത്തലല്ല, മറിച്ച് ഈ ഗ്രന്ഥം വരും തലമുറകളിലേക്ക് വ്യാപരിക്കുന്ന ഒരു മഹത്തായ ഒരു ഗ്രന്ഥമായി ഇത് മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ ഈ മനുഷ്യകുലത്തിൽ 3 തരത്തിലുള്ള ആളുകളാണ് പ്രത്യക്ഷമായിട്ടുള്ളത്. ഒന്ന് സമ്പന്നർ. അദ്ദേഹം സമ്പന്നരെ കുറിച്ച് അവരുടേതായിട്ടുള്ള ഒരു സ്വാർത്ഥ ലോകത്ത് ജീവിക്കുന്നു. അതിനുശേഷമുള്ളത് സാധാരണക്കാരെന്ന് പറയുന്ന മറ്റൊരു വിഭാഗമാണ്. അതിനുശേഷം വരുന്ന ദരിദ്ര വിഭാഗം.
അപ്പോൾ ദരിദ്ര വിഭാഗങ്ങൾ എന്ന് പറയുന്നതും അവരും സ്വാർത്ഥതയുടെ മറ്റൊരു ലോകത്താണ് വിരാജിക്കുന്നത്. എന്നാൽ ഈ സാധാരണക്കാരെന്ന് പറയുന്ന അവരാണ് ഏറ്റവും ബഹുഭൂരിപക്ഷമായിട്ടുള്ളതും. അത്തരത്തിലൊരു സാധാരണക്കാരനായി ജീവിച്ചുകൊണ്ട് ആ സാധാരണക്കാരൻ്റെ കഥ പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് മനോഹരമായിട്ട് അദ്ദേഹം ഈ ലോകത്തോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു സാഹിത്യ സൃഷ്ടി, ഒരു സാഹിത്യം, ഒരു രചന എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സാഹിത്യം എന്ന് പറയുന്നത് ഭാഷയെ വളരെ മനോഹരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ ചിന്തകളെയും അവൻ്റെ പ്രതീക്ഷകളെയും അവൻ്റെ ആഗ്രഹങ്ങളെയും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വരച്ചിടുക, അതൊരു ശില്പമാക്കി മാറ്റുക. അപ്പോൾ ചിന്തകളുണ്ട്, വികാരങ്ങളുണ്ട്, അവൻ്റെ പ്രതീക്ഷകളുണ്ട്, അവൻ്റെ അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നിർത്തി ഭാഷയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സൃഷ്ടികർമ്മം നിർവഹിക്കുന്നതാണ് ഒരു സാഹിത്യം. അത് ആസ്വദിക്കാനുള്ളതാണ്, അനുഭവിക്കാനുള്ളതാണ്, അത് വരും തലമുറയ്ക്ക് വഴികാട്ടിയായി മാറുന്നതുമാണ്. അത്തരത്തിൽ ആത്മീയതയെ കൂട്ടിക്കലർത്തി മനുഷ്യജീവിതം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ധന്യമാക്കുവാൻ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് കോർത്തിണക്കി രചിച്ച് മനനം ചെയ്തെടുത്ത ഒരു ഗ്രന്ഥമാണ്. ഈ പുസ്തകം രചിക്കാൻ അദ്ദേഹം 40 വർഷം, 4 പതിറ്റാണ്ട് കാലത്തെ പ്രയത്നത്തിൻ്റെ സാഫല്യമാണ് ഇന്ന് ഈ വേദിയിൽ പൂർത്തിയായിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈവിധ്യമാർന്ന ജീവിതത്തിൽ നിന്നും ഉയർച്ചയിൽ നിന്നും സാധാരണക്കാരോടൊപ്പം ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ആർജിച്ച ബൃഹത്തായ അനുഭവം, നേരത്തെ ജയരാജ് സാറ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം നമ്മുടെ APJ അബ്ദുൽ കലാം അദ്ദേഹവുമായി എഞ്ചിനീയർ ആയിരിക്കെ അദ്ദേഹം VSSCയിൽ ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ പ്രവൃത്തി എടുത്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് അത്തരത്തിൽ ഒരാളെ കാണുന്നത് പോലും നമ്മളൊരു ഭാഗ്യമായി കരുതുന്നു. അപ്പോൾ സുദീർഘമായ അനുഭവ സമ്പത്തും മനുഷ്യ ജീവിതത്തിൻ്റെ നിഗൂഢതകളെ അനാവരണം ചെയ്യാൻ ആഗ്രഹിക്കുകയും അതിനെ താത്വികമായി ഒരു തത്വചിന്താ ലോകത്ത് നിന്നുകൊണ്ട് ഏകത്വത്തെക്കുറിച്ചും ദ്വയത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട്, വളരെ അനായാസമായിട്ട്, വളരെ അഗാധമായ നല്ല ആഴത്തിലുള്ള ഭാഷ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ രചന നിർവഹിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി പങ്കെടുക്കുവാൻ കഴിഞ്ഞത് എനിക്കും സന്തോഷമുണ്ട്. ഭാവിയിലും അദ്ദേഹത്തിൻ്റെ രചനകൾ ഈ സമൂഹത്തെ സമ്പന്നമാക്കുവാൻ, അദ്ദേഹത്തിൻ്റെ വിചാരധാര ഭാവിയിലുള്ളവർക്ക്, നമ്മളെപ്പോലുള്ളവർക്ക്, സമകാലിക ലോകത്തുള്ളവർക്കും വരും തലമുറയ്ക്കും ഉപയോഗപ്രദമായ രീതിയിൽ ഉത്തേജനം നൽകുവാൻ, നമുക്ക് പ്രതീക്ഷ നൽകുവാൻ, നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരു നന്മയുള്ള ജീവിതം നയിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെ കൂട്ടിയിണക്കിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ശരിക്കും ഒരു അധ്യാപകൻ്റെ റോളിൽ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ റോളിൽ ജനങ്ങളോട് സംവദിക്കുകയാണ്. നിങ്ങൾ ഇത്തരത്തിൽ ജീവിക്കണം, നമ്മുടെ ജീവിതം സാർത്ഥകമാക്കണം. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മനുഷ്യ ജീവിതം സ്വാർത്ഥകമാക്കുവാൻ വേണ്ടി ചെയ്യാനുള്ള വഴികൾ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പകർത്തിക്കൊണ്ട് ഒരു കേശുവിൻ്റെ ഒരു ജീവിതത്തെ അദ്ദേഹവുമായി പരകായ പ്രവേശം നടത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നിലേക്ക് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. ഈ പുസ്തകത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. പുസ്തകം എഴുതിയ വൈക്കം ശിവദാസ് അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യവും കൂടുതൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ എഴുതുവാൻ അദ്ദേഹത്തിന് കരുത്തും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നോവലിസ്റ്റ് ആദരണീയനായ വൈക്കം ശിവദാസ് സാറിനെ മറുപടി പറയാൻ ക്ഷണിക്കുകയാണ്. ബഹുമാന്യ സദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ പറയാനുള്ളതെല്ലാം രജി സാറും ജയരാജ് സാറും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നോവലിനെ കുറിച്ചെല്ലാം പറഞ്ഞു. അത് കൂടുതൽ ഇനി പറയുന്നതിൽ കാര്യമില്ല. എല്ലാവരും വായിക്കണം. വായിച്ചതിന് ശേഷം അഭിപ്രായം പറയണം. പിന്നീട് ഈ പുസ്തകം ഇപ്പോൾ ഇത് കാരണം 40 വർഷത്തിന് മുമ്പ് തുടങ്ങിയതാണ്. ഇപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യാൻ കാരണം രജി സാറാണ്. കാരണം മോളുമായിട്ടുള്ള ഒരു ഇതിൽ പറഞ്ഞപ്പോൾ രജി സാറാണ് അതിന് മുൻകൈ എടുത്ത് എല്ലാം ചെയ്തത്. ഷാനവാസ് സാറും രണ്ടുപേരും കൂടിയാണ് ഇത് ഈ പുസ്തകമാക്കി വെളിയിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവരും വായിക്കുക. ഇനിയും പുസ്തകങ്ങൾ ഉണ്ടാകും. കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ കാര്യമില്ല. എല്ലാവർക്കും സഹകരിക്കുന്നവർക്കും ജയരാജ് സാറിനും രജി സാറിനും ഷാനവാസ് സാറിനും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.